ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് ജഗ. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സേലം വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ തന്നെ രാവിലെ തന്നെ നമ്മൾ കല്യാണത്തിന് പോകാൻ, ഇന്നല്ല കല്യാണം, നാളെയാണ് കല്യാണം. അപ്പോൾ നമ്മൾ തലേദിവസം തൊട്ടേ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നു, കല്യാണ വീട്ടിലെ ആ ബഹളങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. അപ്പം ആദ്യം തന്നെ ഞാൻ ചെന്നപ്പോൾ അവിടെ നളുങ്ക് വെക്കാന്ന് പറഞ്ഞ് ഒരു ഫംഗ്ഷൻ നടക്കുകയായിരുന്നു. നമ്മൾ തമിഴ്നാട്ടിൽ മാത്രമേ അതൊക്കെ നടത്താറുള്ളൂ. നമ്മുടെ കേരളത്തിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനൊരു ഫംഗ്ഷന്. അപ്പം മഞ്ഞൾ, കുങ്കുമം, അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ അരി, അതുപോലെ തന്നെ ഇങ്ങനെ ആരതി പോലത്തെ പൂവ്, ഇതെല്ലാം വെച്ചിട്ട് പെൺകുട്ടീനെ ആ വീട്ടിലുള്ളവരെല്ലാം രാവിലെ തന്നെ, അല്ലെങ്കിൽ വരുന്ന വിരുന്നുകാരാണെങ്കിൽ പോലും നമ്മൾ പോലും അവരെ ഇങ്ങനെ നമ്മളവരെ ബ്ലസ് ചെയ്യുക എന്നുള്ളൊരു ഇതിലാണത് ചെയ്യുന്നത്. അങ്ങനെ എണ്ണയൊക്കെ വെച്ചിട്ട് പെൺകുട്ടി കുളിക്കാൻ പോകുന്നു. അതാണ് സംഭവം. ഇത് തലേദിവസം മാത്രമല്ല, ഒരാഴ്ച മുമ്പ് തൊട്ടേ അവർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഒരാഴ്ച മുമ്പ് തൊട്ടേ ഡെയിലിയും ഇങ്ങനൊരു ഫംഗ്ഷൻ അവർ വീട്ടിൽ നടത്താറുണ്ട്. അപ്പോൾ അടുത്ത വീടുകളിലുള്ളവരും പിന്നെ ക്ലോസ് റിലേറ്റീവ്സൊക്കെ വന്നിട്ട് രാവിലെ ഇങ്ങനൊരു ഫംഗ്ഷന് വേണ്ടി ഒത്തുകൂടാറുണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ നമ്മുടെ കേരളത്തിൽ എവിടെയും കണ്ടിട്ടില്ല. തമിഴ്നാട്ടിൽ എല്ലായിടത്തും അങ്ങനൊരു ഫംഗ്ഷൻ നടത്തുമെന്നാണ് ഞാൻ അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയത്. എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എല്ലാവരും വന്നിങ്ങനെ കുട്ടീനെ ബ്ലെസ്സിങ് ചെയ്ത് നല്ലൊരു കാര്യമല്ലേ. നമ്മൾ അങ്ങനെ ഭയങ്കര വെറൈറ്റി ആയിട്ട് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാവരും വന്ന് ബ്ലെസ് ചെയ്ത് നല്ലൊരു ഫംഗ്ഷനായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മൈലാഞ്ചി ഇടാൻ ആൾ വന്നു. അങ്ങനെ മെഹന്തി ഡിസൈനർ വന്ന് മെഹന്തി സ്റ്റാർട്ട് ചെയ്തു. 3 to 4 hours തന്നെ ഇട്ട് കഴിഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ പോയി. അവിടെ കല്യാണത്തിൻ്റെ തലേദിവസം ഒരു റിസപ്ഷൻ പോലെ ഉണ്ടായിരുന്നു. അതിന് കുറച്ച് ഫോട്ടോഷൂട്ട്സൊക്കെ നമ്മുടെ എത്തിയിലെ സ്റ്റുഡിയോസ് തന്നെയാണ് ചെയ്തിരുന്നത്. അടിപൊളിയായി ഫംഗ്ഷൻ കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് 4 to 5 ആയിരുന്നു മാരേജൊന്നും ഭയങ്കര ഉറക്കത്തിലായിരുന്നുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ മാരേജൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഈവനിങ്ങോടെ നമ്മളൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. ആ റിസപ്ഷൻ്റെ ആണ് ഈ വീഡിയോസ് എല്ലാം. റിസപ്ഷന് വന്നിട്ട് നമ്മൾ തട്ടിക്കൂട്ടൊരു ഡാൻസ് ഒപ്പിച്ചായിരുന്നു. ഞാൻ തലേദിവസമായിരുന്നു ചെന്നിരുന്നത്. എന്നിട്ടും ഇവരോടൊക്കെ ഭയങ്കര കമ്പനിയായി. എല്ലാവരും വന്നിട്ട് ഡാൻസ് കളിക്കണം എന്നും പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങനെ ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുത്ത ഡാൻസാണ്. എനിക്ക് സത്യം പറഞ്ഞ സ്റ്റെപ്സ് ഒന്നും നേരെ അറിയത്ത് പോലും ഇല്ലായിരുന്നു. ഞാൻ ഫുൾ അവരെ നോക്കിയൊക്കെ ആയിരുന്നു കളിച്ചിരുന്നത്. പക്ഷേ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. പെട്ടെന്നൊരു ഫാമിലിയിലോട്ട് ചെന്നിട്ട് ഭയങ്കര നമുക്ക് ഭയങ്കര ക്ലോസ് ആയിരുന്നു എല്ലാവരും. ഫാമിലിയുള്ള എല്ലാവരും നമ്മളെ ആദ്യമായിട്ട് കാണുന്ന പോലെ അല്ലായിരുന്നു. എല്ലാവരും വന്നിട്ട് നമ്മളെ ഒത്തിരി നാളായി പരിചയമുള്ള രീതിയിലുള്ള ഒരു ഇടപെടലൊക്കെ ആയിരുന്നു. അത് നിങ്ങൾക്ക് ആ കോർഡിനേഷൻ കാണുമ്പോഴേ അറിയാം. അത്ര നല്ല ഒരു ഫങ്ഷനായിരുന്നു. എനിവേ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു തമിഴ്നാട് കല്യാണം അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ ഡാൻസൊക്കെ നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ ഡാൻസൊക്കെ കളിച്ച് മാരേജ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ കുറച്ച് DJ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ തിരിച്ചു വരികയും ചെയ്തായിരുന്നു. അങ്ങനെ അടിപൊളി ഒരു കല്യാണം, സേലം കല്യാണം ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്തു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.